എന്റെ മോനെ 150 വർഷം തടവിലാക്കുന്നുണ്ട് ഗൈസ്. ഞാൻ ഈ ജയിലിൽ പെട്ടുപോയി ഗൈസ്. എന്നെ 150 വർഷം ഈ ജയിലിൽ തടവ്. ഞാനൊരു കാര്യം പറയട്ടെ, ജയിലത്തെ മണ്ടന്മാരെ, 150 വർഷം ഒരു മനുഷ്യനാകെ 100 വർഷമല്ലേ ജീവിക്കും. 150 വർഷം അങ്ങനെ ഇടും. ഇവരെന്നെ മരിച്ചിട്ട് ഇവിടെ തന്നെ ഇടും മണ്ടന്മാരി. ഞാൻ ഇത്രയും ദിവസം വെച്ച് പ്ലാൻ ചെയ്ത് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. എന്ത് വില കൊടുത്തിട്ടും കാര്യമില്ല, ഞാൻ ഇവിടെ എസ്കേപ്പ് ആവും. കക്കൂസ് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് എസ്കേപ്പ് ആവാം. 150 വർഷം എന്റെ പറ്റി നിൽക്കും. ചിലക്കാണ്ട് പോടാ. എനിക്ക് ഒരേ പോയിട്ട് അമ്മ ചോറെടുത്ത് വെച്ചിട്ടുണ്ട്, അത് തിന്നണം. അണ്ടർഗ്രൗണ്ട് ഇതെങ്ങോട്ട് ഞാൻ ഇതെന്താ ഞാൻ ഇതെവിടെ കുടുങ്ങിപ്പോയാൽ ഇതെങ്ങോട്ടാ ഞാൻ പോണ്ടേ? എങ്ങോട്ടാന്നില്ല, വെള്ളത്തിന്റെ ഒഴുക്കിലേക്ക് പോയാൽ ജീവൻ ഉണ്ടാവുന്നില്ല പറയുന്നേ. ജീവനല്ല, മറ്റേ ഇതുണ്ടാവുന്നു. വെള്ളത്തിന്റെ ഒഴുക്കിൽ കൂടെ നമുക്ക് പോവാം. ഇതെന്താ ഞാൻ ഇവിടെ കുടുങ്ങി? ഞാൻ അങ്ങോട്ടാ ഇത്? ഈശ്വരാ, നമുക്ക് ഒഴുക്കിന്റെ എതിരെ പോയി നോക്കാം. ഈ പൈപ്പ് കൂടെ കയറാൻ പറ്റുമോ? ഇതെങ്ങനെയാ ഞാൻ ഈ പോണ്ടത്? പൈപ്പിന് മേലെ തൂങ്ങി പിടിച്ചുകൊണ്ടാണോ നമ്മൾ ഈ എവിടുന്ന വന്ന്? മര്യാദക്ക് ജയിലിൽ തന്നെ 150 വർഷം കഴിഞ്ഞിട്ട് എല്ലാം ഇറങ്ങിയാൽ മതിയായിരുന്നു. ജീവനിന് എടാ ഈ പൈപ്പിനുള്ളിലക്കട ഇവൻ പോയതാണ്ടാ. ഓ ഇനിയെന്നാ പറയുന്നത്? ലുക്ക് ലൈക്ക് വി ഡഗ് ടു ഡീപ് നൗ. എന്തേലും പോട്ടെ, അവൻ എന്തേലും പറയട്ടെ. നമുക്ക് അതിന് സമയമില്ല. നമുക്ക് ചോറ് തണുക്കുന്ന മൂലം പുരയിലെത്തണം. അമ്മ വരെ അറിഞ്ഞില്ല എന്നെ 150 വർഷം തടവിലാക്കി ആയിരിക്കും. പിന്നെ ഞാൻ വീട്ടിൽ പറയണമെന്ന് അമ്മ എന്ത് വിചാരിക്കും? ഞാൻ അതാ ഇതെന്താ ഞാൻ ഈ ചവിട്ടിയത്? ഇത് തോന്നുന്നു നമ്മൾ ഇതിൽ ചവിട്ടരുത്. പൈപ്പിൽ ചവിട്ടരുത്. തുരുമ്പടിച്ച് മരിച്ചതാ. വേറെ ഒന്നുമല്ല. തുരുമ്പടിച്ച് മരിക്കല്ലേ നീ. പിന്നെ മരിക്കാനാണോ ഈ ജയില്? അതാ ഈ മരിക്കാനാണോ നീ ജയില് ഇത്രയും കഷ്ടപ്പെട്ട് ചാടുന്നത്? ജീവിക്കണ്ടേ നിനക്ക്? ജീവിച്ച് കാണിച്ചു കൊടുക്കണ്ടേ? നീ ചെറിയൊരു കുറ്റമല്ല ചെയ്തിട്ടുള്ളൂ. ഒരു ബാങ്ക് ഒന്ന് അടിച്ച് മോഷണം ചെയ്തെന്ന്. ഒരു ബാങ്ക് കക്കുന്ന അത്രയും തെറ്റാണോ? 150 വർഷത്തേക്കുള്ളതുണ്ടോ? ഇല്ല. അപ്പോ നമ്മളെ ഭാഗത്ത് തെറ്റില്ല. ഇനി കാണുന്നവർ നിങ്ങൾ പറയരുത് ഞാൻ തെറ്റുകാരനാണ് പറയരുത്. ഞാൻ തെറ്റും ചെയ്തിട്ടില്ല. ചെറുതായിട്ടൊന്ന് ബാങ്കിൽ നിന്ന് പൈസ കുറച്ച് അടിച്ചു മാറ്റി അതിന് 150 വർഷമാണ് ഗവൺമെന്റ് എടുത്ത് ജയിലിലിട്ടത്. എനിക്ക് അതിന് പറ്റില്ല. ഇതെങ്ങനെയാ ഞാൻ ഇവിടുന്ന് പോവോ? ഒന്ന് പറഞ്ഞു ആരെങ്കിലും. അയ്യേ എന്റെ ഹാമുക്കനെ കൊണ്ട് എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. എനിക്ക് തന്നെ അറിയില്ല. ഞാൻ ചിലപ്പോൾ തിരിച്ച് ജയിലിൽ തന്നെ വാങ്ങിയിരിക്കും. പിന്നെ നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റില്ല. പിന്നൊരു കാര്യം, ഇത് എങ്ങോട്ട് പോകണം? ഒരു മിനിറ്റ് ഇങ്ങോട്ട് പോട്ടെ. ഇതിൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യൂലേ. പിന്നെ ഒരു കാര്യം, അടുത്ത ഏത് വീഡിയോ വേണം, ഏത് ഗെയിമാണ് കളിക്കേണ്ടത് നിങ്ങൾ എന്നെ പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണമോ? ലൈക്ക് ചെയ്യുക. അടുത്ത ഏത് വീഡിയോ ഇറക്കേണ്ടതെന്ന് പറയാം. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ മരിക്കുമെന്ന് ഇവർക്ക് പറയാം. ഇതിങ്ങനെയല്ല. ഇതെവിടെ ഞാൻ എന്തേലും ആവട്ടെ. ഇങ്ങനെയാണ് ഇത്. അപ്പൊ ഇതും കിടക്കണ്ടേ? ഇത് ചിലപ്പോൾ പറ്റുമായിരിക്കും. ഇപ്പോഴല്ലേ മനസ്സിലായ മണ്ടന്മാരെ. ഇവരെന്തൊരു മണ്ടന്മാരല്ലേ. ഞാൻ ചന്തി ഒരച്ച് കാലൊരച്ച് കഴിഞ്ഞാൽ ചന്തിന്റെ അടിയിൽ തൊലി ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ. അതാ അടുത്ത ടാസ്ക് കിട്ടി. എങ്ങനെ ഞാൻ ഒന്നൊരു ടാസ്ക്. ഹായ്. ഒരു കാര്യം, ലാവയ്ക്ക് ചൂടല്ലാണ്ട് തണുപ്പുണ്ടാടാ. എൻ്റെ അമ്മൂമ്മേൻ്റെ ലാവ പൂവനെ അല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ നല്ല ചൂടുള്ള ലാവേണ്ടത്. പിന്നെ തണുത്തേനെ പിന്നെ ലാവ എന്നാണ് പറയുന്നത്. ഐസ്ക്രീം എന്നല്ല പറയുന്നത്. ഐസ്ക്രീം നോക്കി കളിച്ചാലോ? വേണ്ട. നിനക്ക് ജയിലിൽ ചാടണം ആദ്യം. അതാണ് നിന്റെ ലക്ഷ്യം. അത് കഴിഞ്ഞിട്ട് വേണം അമ്മ ഉണ്ടാക്കിയ മീൻകറിയും കൂടി ചോറ് കഴിക്കണ്ടേ നിനക്ക്? ലെവൽ 2 ദ വെൻസ്. എവിടെ എത്തി ഞാൻ? ഇമാതിരി ഇതെല്ലാം കഴിഞ്ഞ് കഷ്ടപ്പെട്ട് ഞാൻ പോകുന്ന എന്തിനാ അറിയും? അമ്മ വെച്ച് മീൻകറി, തലേന്നത്തെ മീൻകറി. എൻ്റെ മോനെ, എനിക്ക് വേഗം സമയമില്ല. മീൻകറി ഒന്നാമതെ തലേ ദിവസം വെച്ചാൽ ചൂടാക്കി വെച്ചേ. ഇപ്പോൾ അമ്മേ അന്നിപ്പോൾ സംഭവിച്ച നമ്മൾ ഇവരെന്തിനു എപ്പോഴും ബേക്കോട്ട് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്ത. അത് എപ്പോൾ വേണമെങ്കിലും വരാം. അയ്യോ ഇപ്പോഴല്ലേ ഒരു കാര്യം മനസ്സിലായത്. കുയി പിന്നെ എന്തിനാ വെച്ചേ? ആ കുയി അത് വരുമ്പോൾ തുള്ളാനാ മണ്ട. ഞാൻ വെച്ച് കുയിൽ ചാടരുത്. ഞാൻ അങ്ങോട്ട് പോട്ടെ. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇത് ആക്രമണം കളിക്കുന്നുണ്ടാണ് ഈ പ്രശ്നം പറ്റുന്നത്. കണ്ടാ പറഞ്ഞില്ലേ, മര്യാദയ്ക്ക് പോയപ്പോഴും എന്തൊരു ആക്രമണം കളിച്ച് വീണ്. അത്രേ ഉള്ളൂ. ആക്രമണം കളിച്ചാൽ പോകും. ഇവനെന്തിനാ തിരിച്ചു പോകുന്നത്? എനിക്ക് ജയിലിൽ പോകണം. ഒരു മിനിറ്റ്, എനിക്ക് തിരിച്ച് ജയിലിലേക്ക് പോകണം. പറ ജയിലിലേക്ക് പോകണം. മറ്റേ ഓരോ വട്ടം ചവിട്ടൊക്കെ വരുന്ന എൻ്റെ അമ്മൂമ്മേൻ്റെ. അങ്ങനെ തന്നെ. അത്രേ ഉള്ളൂ. ഇതെല്ലാം പിന്നെ എനിക്ക് പിന്നെ സിമ്പിളാന്ന് എനിക്കറിയാം. നീ ഒന്നാമത് ഇങ്ങനത്തെ കറ്റിലിന് ഭയങ്കര നമുക്കറിയാം. പിന്നെ കുറച്ച് സ്പീഡിൽ നടന്നൂടെ? അല്ല ആക്രാന്ന് കളിക്കണ്ട. നീ മെല്ലെ പോയാൽ മതി. എനിക്ക് പോകല്ലേ മോനെ. അടിയിൽ നിന്ന് നോക്കുന്ന അടിയിലേക്ക്. നിന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നതല്ല. അടിയിലേക്ക് നോക്ക്. വീണ് കഴിഞ്ഞാൽ പൊടി പോലും കിട്ടില്ല. കുയിൽ പോയി. ഒരു കുയി പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇവനെന്ത് ഇങ്ങനെ നടക്കുന്നത്? ലെവൽ 3 ഔട്ട് ഓഫ് ദ സെൽ.
ഓക്കെ, ഇനി എങ്ങോട്ടാ ഞാനീ പോകേണ്ടത്? മേലേക്കാണ് നമ്മൾ പോകേണ്ടത്. മണ്ടന്മാരെ ഇവൻ എന്തോ പറയുന്നുണ്ട്. സീരിയസ് കേക്കാം. Hey, look at this fan blocking this van. Exit maybe there is something we can do, destroy it. എന്തേലും ആവട്ടെ, പിന്നെ എന്തോ സീരിയസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ് കേട്ടിട്ടില്ല പോകാൻ പറ്റില്ല തോന്നുന്നുണ്ട്. കേട്ടോക്കാം. ഇങ്ങോട്ട് പോയാ പോരെ? പ്രശ്നം തീർന്നില്ലേ? പ്രശ്നം തീർന്നിട്ടില്ല. ഒരു മിനിറ്റ്, ഇതെന്നാ പറയുന്നില്ലേ? ഹലോ. ഈ സ്വിച്ച് ഞെക്കാൻ തീരുന്ന പ്രശ്നം. പക്ഷേ സ്വിച്ച് ഞെക്കാൻ പറ്റും. മണ്ടന്മാരെ ഞെക്കി ഞാൻ പൊട്ടിത്തെറിച്ച്. അപ്പൊ ഇനി പോവാലോ. മറ്റവൻ ചവിട്ട് കൊടുത്തിട്ട് പോയാലോ, അവനെ കാണണ്ടേ? ഇത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ കൂട്ടുകാരെ പിന്നെയും ജയിലെത്തിയാ പിടിച്ചാ പിന്നെയും. ഈശ്വരാ, CCTV എല്ലാം കാണിക്കുന്നു. നമുക്ക് പോലീസ്. അമ്മേ, ഇതെന്നാ എന്താ നാറി നിന്റെ എന്റെ മോങ്കാലം ശരിയായിരിക്കും. അത് വേറെ കാര്യം. പിന്നെയും പിടിച്ചിട്ടാ. അപ്പൊ അമ്മേന്റെ മീൻ കറിയാ? പിടിച്ചിട്ടില്ല. ഞാൻ എങ്ങോട്ടാ പോകണ്ട ഒന്ന് പറഞ്ഞുതരോ? ഇങ്ങോട്ട്. മേക്ക് ഷുവർ നോട്ട് ടു വേക്ക് അപ്പ് ദ കോപ്പ് ഓവർ ദർ. യൂസ് ദ ബോക്സ്. ഇതാണോ? ഇത് കൂടെ ഞാൻ ഈ പോവാ. വി ആർ വാച്ചിങ് നാ. ഞാനെന്താ ഞാൻ ഇവിടെ വെറുതെ ഒന്നല്ലേ. ഈ ബോക്സ് പിടിച്ച് ഇവരൊക്കെ തുറന്നു വിട്ടാലോ? എന്തോ കീ കാർഡ് വേണം, എന്നാ മാത്രം അത് അൺലോക്ക് ചെയ്യാൻ. ഇവരുടെ ബെഡിൽ ഉണ്ടാകുന്ന പറഞ്ഞത്. ഇവർ പറഞ്ഞു വെച്ചാൽ ഐ ഹേർഡ് യു ക്യാൻ ഗെറ്റ് എ കീ കാർഡ് ഇഫ് നോട്ട് ത്രോ ഓൺ എന്തെല്ലാവട്ടെ ഇൻ ടു ദ ബ്രേക്ക് റൂം ഫ്രം ബെഡ്. വി നീഡ് സംതിങ് ഹൂ ഈസ് ബ്രേവ് ഇനഫ് ടു ഗെറ്റ് ദ കീ കാർഡ്. ഞാനാണ് ആ ധീരൻ. എനിക്ക് അത്ര ബുദ്ധിയുള്ളൂ. വാ അല്ലെ, എനിക്ക് നമ്മുടെ കീ കാർഡ് പോലത്തെ എന്തോ സാധനം എടുക്കണം. എവിടെ എടുക്കും അത്? ഇത് തുറക്കണമെങ്കിൽ കീ കാർഡ് എടുക്കണം. എവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ എന്തോ റൂമിലുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പിടിച്ച് ഏതോ ഒരു പൈപ്പിനുള്ളിൽ കൂടെ. ഒരു മിനിറ്റ്. ഇതിന് എങ്ങോട്ടാ ഞാനീ പോകേണ്ടത്? ഒരു മിനിറ്റ് തുറന്നു. ഇങ്ങോട്ട് തുറക്കാം. അതാ ഈ മരിക്കാനാണോ ഞാൻ ഈ ബൈയെല്ലാം കണ്ടുപിടിച്ച് വന്നത്? എന്റെ മീൻ കറിയോ? ഇപ്പോഴല്ലേ ഐഡിയ കിട്ടിയ മണ്ടന്മാരെ. ഞാൻ പോകുന്നത് എന്തോ കീ കാർഡിന്റെ കാര്യമൊക്കെ അവർ സംസാരിക്കുന്ന ഇട്ടിട്ടുണ്ട്. എന്താണെന്നൊന്നും അറിയില്ല. എനിവേ ഇവിടെയാണ് കാർഡുള്ളത്. എന്തോ ഒരു കാർഡുണ്ട്. അതിൻ്റെ ഉറങ്ങും നടന്ന് എടുത്ത് തുറന്ന് രക്ഷപ്പെടുന്നോടൊക്കെ രക്ഷപ്പെട്ടോളെ. ഞാൻ മാത്രമാണ് രക്ഷപ്പെടൂല. അല്ല ഞാൻ എന്താ രക്ഷപ്പെടും? എനിക്ക് മീൻകറി കഴിക്കണം. അങ്ങനെയല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ രക്ഷപ്പെട്ടോ. ഇനി വന്ന വഴി എത്തി കസേര കൂടെ. അപ്പോൾ ബൈ. ഇത് പോലീസുകാർ ഇതിൽ ഫുൾ എന്തോ ആസിഡ് ഒഴിച്ചിട്ടുണ്ട്. അതിലൊന്നും പോകാണ്ട് പോകണമെന്നാണ്. ശരിക്കും നമ്മൾ സഹായിക്കുന്ന ടീമാണെന്ന് തോന്നുന്നു അല്ലേ? വി നീഡ് ടു ഗോ ത്രൂ ദ ഗാർഡ് ഷൂട്ടിംഗ് സോൺ. ടൈം യുവർ മൂവ്സ് കെയർഫുള്ളി. ഓക്കെ, ഒരു വെടി വെച്ച് പഠിക്കുന്ന എന്തോ സംഭവം തോന്നുന്നു. ഓക്കെ, പോട്ടെ. ബൈ. മേലെ കയറാം. ഇവന്റെ ചന്തി നോക്ക്. അങ്ങനെ പറയല്ലേ. ഒരു സ്പീഡ് കൂടിയല്ലോ. ഒരു മിനിറ്റ്, ഇങ്ങോട്ടാ ഞാൻ വന്ന വഴി. ഞാൻ പിന്നെ ഇവിടെ എത്തിയല്ലോ. ഇവിടെ തന്നെ പിന്നെ ഞാൻ പോയേ. അത് കൂടെ ചാടി ഇത് കൂടെ എത്തി. അല്ല ഇത് വേറെ വഴി. ഇത് വേറെ ആക്ടിവേഷൻ ലൈസർ. എന്റെ മോനെ, അപ്പൊ ഇത് നമ്മൾ ഇത് കൂടെ അല്ലേ പോയേ? നിങ്ങൾ തന്നെ പറയാം. കമന്റിൽ നിങ്ങൾ തന്നെ പറ. ഒരു ബാങ്ക് മോഷ്ടിക്കുന്നത് അത്ര തെറ്റാണോ അല്ലയോ? എനിക്ക് നിങ്ങളുടെ അഭിപ്രായം അറിയണം. ഓക്കെ, വെള്ളത്തിൽ വീണാൽ തീരുമാനമായി. ഇവൻ കുളിക്കാത്ത ടീമാണ്. വെള്ളത്തിൽ വീണാൽ തീരുമാനമായി. ഇവിടെ തന്നെ എല്ലടാ നീ പിന്നെയും വീഴുന്നത്. ഞാൻ പോട്ടെ. ബൈ. ഇവിടുത്തെ പണ്ട കുറെ കള്ളന്മാര്. ഇവർക്കൊന്നും ബുദ്ധിയില്ല. എന്റെ അത്ര ബുദ്ധിയില്ല. ഒന്നേനെ പറഞ്ഞ ഞാനാ ബ്രേവ്. എന്റെ അത്ര ബുദ്ധിയില്ലാത്ത ടീംസാണ് മണ്ടന്മാര്. ഇത് കൂടെ പോയാൽ ഇത് കൂടെ പോകാൻ പറ്റൂല. ഇപ്പോഴാണ് മനസ്സിലായത് ബുദ്ധി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അല്ല, ബുദ്ധി എനിക്കുണ്ട്. പക്ഷെ ബുദ്ധി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ശക്തിയും വേണം എന്നെ പോലെ. ഇതിനും തൊട്ട് ഇത് ഐസ്ക്രീമാണ്. ഇതിനൊന്നിനും തൊടാൻ പറ്റില്ല. ഫൈനലി നമ്മൾ ഇവിടെ എത്തി. മണിക്കൂറുകൾക്ക് ശേഷം അതിനും വലുത്. പിന്നെ എവിടുന്നാ നമ്മളെ മോട്ടിവേഷൻ എന്താ വെച്ചാല് അമ്മേന്റെ മീൻ കറി. അത് നമ്മൾ ഇനി എന്തും സഹിക്കണം കേട്ടോ. ഇതേ വഴി കൂടെ പോകാനാണ് പറയുന്നത്. എനിക്കൊന്നും അറിയണ്ട, ഞാൻ എന്തേലും കാണിച്ചോളൂ. ഓൻ പറഞ്ഞ പോലെ പോയിട്ടാണ്. ഇല്ല, ഓൻ പറഞ്ഞ പോയിട്ട് നല്ല ടീം തന്നെയാണ്. ഇന്ന സാധനം തുറന്ന് ഇനി എങ്ങോട്ടാ? ഇങ്ങോട്ട്. ഗാർഡ്സ് ആർ ഫയറിങ്. വെടിവെക്കുന്നല്ലേ അത്? പള്ള ഹമുക്കുകൾ അവിടെ ഉണ്ട്. ഞാൻ ഇതെന്നെ ഈ പൊട്ടുന്ന. തുളിക്കാം. നടക്കട്ടെ. ഇനി എന്താ ഞാൻ? അയ്യോ, പാലില്ലാത്തതിൽ കൂടെ പോയിട്ട് എന്തുണ്ടാക്കാനാ ഞാൻ? എന്റെ മോനെ, ഞാൻ പിന്നെ ഇവിടുന്ന് വരുന്നാ? ഇതെന്താ അവിടെ നിന്ന് ഔട്ടായിട്ട് ഇവിടുന്ന് ഞാൻ വരുന്നേ? ഫൈനൽ നമ്മൾ ഈ സ്വിച്ചിനൊക്കെ മറന്നുപോയി. ഈ ഒറ്റ സ്വിച്ചിനൊക്കെ മറന്നതിന്റെ കാരണത്താൽ ഞാൻ അങ്ങനെ പിന്നെയും വന്ന് കഴിച്ചു. അത് വാങ്ങാൻ എത്ര വട്ടം ഔട്ടായി അറിയോ? ഇനി ഏത് കോപ്പിലേക്കാ ഞാൻ അങ്ങോട്ടാ? വെക്കണോ? എന്നാ ഫുള്ള് യു ഫൗണ്ട് സീക്രട്ട് ബാഡ്ജ്. അതിന് ഞാൻ എന്താക്കണം? എനിക്ക് പുരയെ പോകാൻ പറ്റൂലേ? ഇതിന്റെ മേലെ കൂടെ കയറി നോക്കാം. ഇത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞൊന്നുമില്ല അല്ലേ? എന്റെ മേലക്കാരാ എന്താവും നോക്കാം. വേറെ തന്നെ മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ മര്യാദയ്ക്ക് ജയിലിരുന്ന് കിട്ടുന്ന ഫുഡും കഴിച്ച് 150 വർഷം തീർക്കാന്നല്ലാണ്ട് ഇന്ന് ഈ വാണം വിട്ടയിൽ കയറണം നമ്മള്. വെയിറ്റ്. ഓ നോ, ദിസ് റോക്കറ്റ് ഓൺ ദ വേ ട്രിപ്പ് ചെയ്തു. ഈശ്വര, ഞാനിപ്പോ ആകാശത്തിലെത്തി. ഞാനിപ്പോ ചന്ദ്രനിലെത്തിട്ട് എന്തൊക്കെ അമ്മേനെ അതാ പോയി.
ചോറ് എനിക്ക് അതാ എന്തെല്ലോ അല്ല ചന്ദ്രനിലെത്തിയ അതാ ഇത് ഈ ഓട്ടോ കൂടെ ചന്ദ്രനിലെ ഭൂമിയിലേക്ക് പോകാൻ പറ്റുമോ? ഈ ചന്ദ്രനിലെത്തിയിട്ട് എന്താ അതേ കൊണ്ട് കുത്തിച്ച് ഞാൻ എങ്ങനെ പോകും? Well, it looks like crash at the moon. Got the low gravity. Let's try to get out of this place. എങ്ങനെ ഞാൻ പോവടാ കടയാടി മോനെ? മര്യാദയ്ക്ക് പോകുന്നത് എന്നെ കൊണ്ട് വല്ല വിമാനത്തിലും കയറ്റിയിട്ട് ഇതിൽ തന്നെ പോയി നോക്കാം. അതാ മൂണിന്റെ തുള്ളലും തുടങ്ങി. ഇത് എന്തൊരു ഇതാ ഇത്. ഈ ഓട്ടോ കൂടെ പറ്റുമോ? ഓരോ ഓട്ടയിലും കാര്യമില്ല. അതാ മരിച്ച് മൂന്നിന്ന് മരിക്കുന്ന ആദ്യത്തെ മനുഷ്യനാണ് ഞാൻ. ഇവിടുന്ന് പിന്നെ ഞാൻ മുകളിലേക്ക് പോകണമെന്നാ. ഈ വീഡിയോ ഇത്ര ഉള്ളൂ ഗൈസ്. ഇത് എനിക്ക് ഇത്ര മതി. ഇനി എനിക്ക് കളിച്ചാൽ എനിക്ക് ദേഷ്യം പിടിക്കും. നിങ്ങളെ അതിൻ്റെ ഉള്ളൊരു കാര്യം പറയട്ടെ. എവിടെ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ നിങ്ങൾ പറഞ്ഞാൽ അതിൻ്റെ പാർട്ട് അങ്ങോട്ട് ചെയ്യും. അമ്മേൻ്റെ മീൻ കറി കൊടുത്ത് മാത്രം ഗൈസ് ഭയമായിരിക്കും വിഷമാവും. ഗൈസ് ലെറ്റ്സ് ഗോ ബൈ ബൈ ലവ് യു.